കഥക്കൂട്ടിലേക്ക് സ്വാഗതം. ഇതൊരനുഭവ കഥയാണ്, സാങ്കല്പികമല്ല. 17-ാം നൂറ്റാണ്ടിലെ അതിപ്രശസ്തനായ ഡച്ച് ചിത്രകാരനായിരുന്നു റെബ്രാൻഡ്. ആ കാലഘട്ടത്തിലെ വിഷ്വൽ കലാകാരന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം. ബൈബിൾ രംഗങ്ങളുടെ ചിത്രീകരണത്തിലും പോർട്രേറ്റിലും അതിപ്രശസ്തനായിരുന്ന അദ്ദേഹത്തിനുണ്ടായ ഒരനുഭവമാണിത്. റെബ്രാൻഡ് തന്റെ ബൈബിൾ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയം തന്റെ ചിത്രങ്ങൾക്കിണങ്ങുന്ന ചില മുഖങ്ങൾ അദ്ദേഹത്തിന് വേണമായിരുന്നു. ആ മുഖങ്ങൾ തിരഞ്ഞ് അദ്ദേഹം ആംസ്റ്റർഡാം തെരുവിലൂടെ അലഞ്ഞു. തെരച്ചിലിനൊടുവിൽ സുന്ദരനും ശാന്തനുമായ ഒരു മുഖമുള്ള ഒരാളെ അദ്ദേഹം കണ്ടെത്തി. അയാൾക്ക് യേശുവിന്റെ മുഖഛായയുണ്ടായിരുന്നു. അയാളെ വെച്ച് റെബ്രാൻഡ് തന്റെ ചിത്രരചന ആരംഭിച്ചു. അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന മറ്റു മുഖങ്ങൾ വെച്ച് യേശുവിന്റെ ശിഷ്യന്മാരെയും വരച്ചു ചേർത്തു. ഇനി ചിത്രത്തിൽ അവശേഷിക്കുന്നത് യൂദാസു മാത്രം. പക്ഷെ അതിനു പറ്റിയ ഒരു മുഖം റെബ്രാൻഡിന് ലഭിച്ചിരുന്നില്ല. അദ്ദേഹം വീണ്ടും യൂദാസിനെ തിരഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങി. കുറേ ദിവസങ്ങളിലെ തിരച്ചിലുകൾക്കൊടുവിൽ ഒരു കടത്തിണ്ണയിൽ അലസനും അസ്വസ്ഥനുമായിരിക്കുന്ന ഒരു മനുഷ്യനെ റെബ്രാൻഡ് കണ്ടെത്തി. അയാൾക്ക് വീടോ മറ്റു ജീവനോപാധികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച അയാളുടെ കണ്ണുകളിൽ ഒരേ സമയം അസ്വസ്ഥതയും വ്യതയും കുടിലതയും കാണാമായിരുന്നു. ഇയാൾ തന്റെ യൂദാസിന് ചേരുമെന്ന് ചിത്രകാരന് തോന്നി. അയാളെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി റെബ്രാൻഡ് തന്റെ യൂദാസിനെ വരച്ചു തീർത്തു. ചിത്രം പൂർത്തിയാക്കാൻ തന്നെ സഹായിച്ച അയാളോട് ചിത്രകാരൻ നന്ദി പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാനിത് 2ാമത്തെ തവണയാണ് അങ്ങയുടെ മുന്നിൽ മോഡലായി ഇരുന്നു തരുന്നത്. ഇല്ല, എനിക്ക് നിങ്ങളെ കണ്ടതായി പോലും ഓർമ്മയില്ല. നിങ്ങൾ മുൻപ് ഇവിടെ വന്നിട്ടില്ലല്ലോ, ചിത്രകാരൻ അതിശയിച്ചു. അയാൾ പറഞ്ഞു, യേശുവിന്റെ ചിത്രം വരയ്ക്കാനായി ഞാൻ താങ്കൾക്ക് മുമ്പിൽ ഇരുന്ന് തന്നിട്ടുണ്ട്. ചിത്രകാരൻ തരിച്ചു നിന്നുപോയി. റെബ്രാൻഡ് ഈ അനുഭവം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു യേശുവും ഒരു യൂദാസും ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരേ സമയം സ്നേഹവും കുടിലതയും പേറുന്നവനാണ് മനുഷ്യൻ. ചിന്തയുടെയും പ്രവൃത്തിയുടെയും ഉയരങ്ങളിലേക്ക് എത്തി യേശുവാകാനും ഹീനതയിലേക്ക് താഴ്ന്ന് യൂദാസാകാനും മനുഷ്യന് സാധിക്കും. അതിനാൽ ഓർക്കുക, ജീവിതം ഒരു നീണ്ട പാഠമാണ്, എല്ലാം പഠിപ്പിക്കുന്ന പാഠം. അപ്പോൾ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. ശുഭദിനാശംസകൾ.